പെട്ടെന്ന് ഞാൻ അമ്മാന്നൊരു വിളിയാ. ആ വിളി നമ്മുടെ തലയിൽ മുഴങ്ങുന്ന പോലത്തെ. അമ്മ കണ്ടോ, ഞാൻ പിന്നെ പഠിച്ച് വലിയൊരാളാവും, എന്നിട്ട് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാവും. മോളെ മോളെ പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം വിളിച്ചു അവളെ ഞാൻ. അമ്മയുടെ സ്വത്തല്ല, എണീക്കണിപ്പ, എന്താ കണ്ണു തുറക്കണ, അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ വിളിച്ചു. അവൾ വന്ന ഭയങ്കര കോമഡിയാണ്, ഒരു ഭയങ്കര എല്ലാവരും ചിരിപ്പിക്കാൻ അവളെ കഴിഞ്ഞിട്ടുള്ള ഒരാള്. രണ്ടുപേരും മറ്റുള്ളവരെ ചിരിപ്പിച്ചെടുക്കാൻ ഒരു പ്രത്യേകതയാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഷൊർണൂരാണ്, സൗമ്യയുടെ വീട്ടിൽ. ഏതൊരു മലയാളിയുടെയും നെഞ്ചിലെ പ്രിയപ്പെട്ട സഹോദരിയുടെ മകളുടെ, നമ്മളുടെ പ്രിയപ്പെട്ട സൗമ്യയുടെ പിൽക്കാല ജീവിതം, മുൻകാല ജീവിതം എന്തായിരുന്നു, അവളുടെ കുട്ടിക്കാലം, അതൊക്കെ ഓർത്തെടുക്കുകയാണ് അമ്മ. ആ കാഴ്ചകളിലേക്ക് സൗമ്യയുടെ അമ്മ കേരളത്തിൽ എല്ലാവരുടെയും അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെന്ന് തന്നെ സംബോധന ചെയ്യുന്നു. ഇപ്പോൾ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, മകനും മകളും. ഇപ്പം നമ്മൾ സംസാരിക്കാനിരിക്കുന്ന ഈ സമയത്ത് മകൻ കൂടി മരിച്ചതിൻ്റെ ഒരു സങ്കടത്തിലാണ്. കഴിഞ്ഞ 14 വർഷമായി, കൊല്ലം കൊണ്ട് വരുമ്പോൾ 14 വർഷം 6 മാസമായി അവൾ പോയിട്ട്. ജനുവരി ഫെബ്രുവരിയിലല്ലായിരുന്നു, അപ്പോൾ അല്ലാതെ വരുമ്പം 15 കൊല്ലമായി. അപ്പോൾ കഴിഞ്ഞ 15 കൊല്ലമായി ഈ ജീവിതത്തിലുണ്ടായ ഏറ്റവും വിഷമകരമായ ഒരവസ്ഥയെ ആവർത്തിച്ച് പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ പറയാൻ നിർബന്ധിതയാവുന്ന ഒരു ഗതികേട് ഉണ്ട്. പക്ഷേ ഞങ്ങളും അത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനൊരു ചർച്ച ചെയ്യേണ്ടി വരുന്നത് വീണ്ടും ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ഒരു ഗോവിന്ദസ്വാമിക്ക് ധൈര്യം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എന്ന് ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്തുവരെ പഠിച്ചു സൗമ്യ? സൗമ്യ ഡിഗ്രി 1 വർഷം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് അവൾ അവിടെ വിക്ടോറിയ കോളേജിൽ ആക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അവിടെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് തന്നെ പ്രൈവറ്റായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു ആ 1 കൊല്ലം കൂടി കഴിയാൻ. പിന്നെ കുട്ടിക്കാലം മുതൽ അവൾ നല്ല ഒരു ഇതാണ്. അവിടെ ഒരുവിധം ആണ്ടതായ പഠനം 2.5 വയസ്സിൽ ഗവൺമെൻറ് ക്രഷിൽ കയറിയതാണ്. ഇവിടുത്തെ ഷൊർണൂർ ഗവൺമെൻറ് ക്രഷിൽ 2.5 വയസ്സിൽ ക്രഷിൽ കൊണ്ടുവിട്ടതാണ്. പിന്നെ 12 കൊല്ലം 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതുവരെ അവിടെ തന്നെ നല്ല, അവളൊരു കുടുംബം പോലെ തന്നെയാണ് അവൾ. അവിടെ വീട്ടിലും നല്ല ഒരാളെ കൊണ്ടും ഇന്ന് വരെ ഒരാളെ കൊണ്ട് നീ നിൽക്കുന്ന് പറയാൻ ഒരവസ്ഥ അവൾ ഉണ്ടാക്കിയിട്ടില്ല. അത്രയും ഇതാണ്. ടീച്ചർമാർക്കും വലിയ കാര്യം അവളെ, എല്ലാവർക്കും. ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞക്കാട് അതെ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ അവിടുത്തെ ആൾക്കാരുടെ കണ്ണിലുണ്ണിയാണ് അവള്. അങ്ങനെയാണ് അവള്. അത്രയും സ്നേഹമാണ് അവരോടൊക്കെ അവിടെ ഉള്ളത്. അതൊന്നും നമുക്ക് വാക്കുകളില്ല പറയാൻ. അത്രയും സ്നേഹമാണ് അവളോട്. എന്തെന്നെയാണ് പറഞ്ഞാൽ ആ സൗമ്യ പറഞ്ഞ അവർക്ക് ഇവിടെ അങ്ങനെ തന്നെയാണ് അവളും എല്ലാവരോടും പെരുമാറുക. എല്ലാവരോടും നന്നായി സംസാരിക്കും, എല്ലാവരോടും നല്ല രീതിയിൽ. ഒരാളോടും ഒരു വർത്താനം പറയാൻ അറിയില്ല അവൾക്ക്. അവളൊരു മോശമായൊരു വാക്കുകൾ പറയുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും അവൾക്കില്ല. അവൾ നല്ല ഒരു ഇതായിരുന്നു. 2 പേരും ആങ്ങളും പെങ്ങളും അങ്ങനെ തന്നെയാ, രണ്ടും അങ്ങനെ തന്നെയാ, 2 പേരും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഈ വലുതായ ശേഷമാണ് ഇങ്ങനെയെല്ലാം ആയത്. അല്ലാതെ അതൊന്നും ഒരു ഇതില്ലാത്തൊരു സന്തോഷമായി അവർ 2 പേരും അങ്ങനെ കഴിഞ്ഞു പോയിരുന്നാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ള കാരണം കൊണ്ട് ഞങ്ങള് അച്ഛൻ ഇവരെ ചെറുപ്പത്തിനെ അങ്ങനെ ആളും നല്ല വെള്ളമായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ആയ കാരണം കൊണ്ട് ഞങ്ങളങ്ങനെ. അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞു വാടകയ്ക്ക് പോകാമെന്ന്. അപ്പം ഞാനെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒരു പ്രായമാവാതെ നമുക്ക് വാടകയ്ക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് എന്തെന്നെ പറഞ്ഞാലും മനസ്സിലാവേണ്ട ഒരു പ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ വാടകയ്ക്ക് പോയാൽ അത് നാളെ ഒരു വിഷയമാവും. അപ്പം അത് വേണ്ട. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്ന സ്ഥലം, എൻ്റെ ചേച്ചി എനിക്ക് തന്ന സ്ഥലം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേർക്ക് അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്ര ബോധമൊന്നും അന്നില്ലല്ലോ, അന്ന് ചെറിയ 10-24 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്തത്.
അപ്പോൾ പിന്നെ എല്ലാം ബോധമെല്ലാം വന്നപ്പോൾ ഇങ്ങനെയെല്ലാം ആയപ്പോൾ ഈ മദ്യപാനവും കാര്യങ്ങളെല്ലാം ആയപ്പം പിന്നെ ഞാനെന്ത് വിചാരിച്ചു, കുട്ടികളൊന്ന് പ്രായമാവട്ടെ വിചാരിച്ചു. മോള് +2 കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് വാടകയ്ക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ വാടകയ്ക്കാണ്. അദ്ദേഹം ഇപ്പോൾ ആൾ മരിച്ചു. ആളിപ്പോൾ സന്തോഷിൻ്റെ ഇത് കഴിഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെല കഴിഞ്ഞ് 41-ൻ്റെ അന്ന് ആളുടെ പെലയായിരുന്നു. അടുത്ത സമയത്ത് തന്നെ സന്തോഷിൻ്റെ ആള് ഇച്ചിരി ഒരു ഇതുള്ള ആൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആളും മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും വിളിച്ച് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അതെല്ലാം ചെയ്തു. ആരുമില്ലാതെ അതേപോലെ പോയി. മക്കളെല്ലാം ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നമ്മളെ മക്കൾ എന്നിട്ട് നമുക്കൊന്ന് ഉപകരിക്കണമെങ്കിൽ മക്കളോട് നന്നായി പെരുമാറിയാലാണ് ഏതെങ്കിലും സമയത്ത്, ഏതച്ഛനമ്മമാരായാലും ഏതെങ്കിലും ഒരു സമയത്ത് മക്കളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് അവർക്ക് ജോലി കാര്യം കള്ളും കുടിച്ച് വന്ന പ്രശ്നങ്ങൾ അങ്ങനെ പല വീടുകളും ഉണ്ട് പല രീതിയിൽ. അതൊന്നും അല്ല ജീവിതത്തിൽ. ഒരിക്കലെങ്കിലും ഈ മക്കളോടൊരു സ്നേഹം കാണിക്കുമ്പോഴാണ് ആ മക്കൾ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇയാളിൻ്റെ സ്ഥിതിയിൽ ആലോചിച്ച് കഴിഞ്ഞ് മോളും പോയി. പിന്നെ മോനിത് പറ്റി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. എനിക്കത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ടെല്ലാം പറയുകയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരുന്നു, കുട്ടിയെ കണ്ടു പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു കേട്ടത്. നമുക്ക് പോകേണ്ട ആവശ്യമില്ല. 10-15 കൊല്ലം മുമ്പേ പോയ ഒരാളെ പറ്റി നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. എനിക്കത് വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു ഞാൻ എന്താ വേണ്ട ചെയ്ത്. അവർ പാർട്ടിക്കാരില്ലാതെ തോന്നുന്നുണ്ട് എല്ലാം ചെയ്തു, നമുക്കറിയില്ല. പിന്നെ അവിടെ നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ മോള് +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം പറഞ്ഞിട്ട് അവിടെയുള്ള ഫ്രണ്ട് കുറച്ച് കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ അല്ല +2 അല്ല, ഡിഗ്രിക്ക് പോയി. ഇവിടെ വിക്ടോറിയ കോളേജിലാണ് ഡിഗ്രിക്ക് ആക്കിയത്. ഡിഗ്രി ചേർത്തി. പിന്നെ അവൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൈസ വിക്ടോറിയ കോളേജിൽ കുറച്ച് പൈസയും കൂടി കെട്ടിവെക്കണം. അപ്പോൾ അത് കെട്ടിവെക്കാൻ അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു തോന്നുന്നുണ്ട് ഇങ്ങനെ എന്നാൽ പിന്നെ സൗമ്യ എന്നാൽ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് പരീക്ഷയ്ക്ക് എത്താൻ പറ്റില്ല പറഞ്ഞ അവൾ പറഞ്ഞു അമ്മ ഞാൻ നിർത്തുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിത്തം അവൾക്ക് പഠിച്ച് വലിയ ആളാവണം തന്നെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ പഠിത്തം നിർത്തിയിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വന്നപ്പോൾ പിന്നെ അവളെ ഫ്രണ്ടും അവളെ കൂടെ ഒരു വേറെ കുട്ടികളുണ്ട് ഞങ്ങളുടെ മഞ്ഞക്കാട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകും, അതാകുമ്പോൾ അവർ കാര്യമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എറണാകുളത്ത് അതിനും പൈസ വേണമല്ലോ. അപ്പോൾ അതിന് എൻ്റെ ആങ്ങളുടെ മകനുണ്ട്, അവൻ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പണി സ്ഥലത്ത് നിന്നല്ല അന്നൊക്കെ പിന്നെ ഞാൻ 2-3 വീട്ടിലും കൂടി പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവരവിടെ എല്ലാം ചോദിച്ചപ്പോൾ എല്ലാവരും തന്നു. അങ്ങനെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എറണാകുളത്ത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ എത്തിയാൻ തോന്നുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് എല്ലാം. അപ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ച് പെൺകുട്ടികളുണ്ട്, അവർക്ക് പോകാൻ താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെ അത് ശരിയാവില്ല എന്ന് തോന്നിയിട്ട് അതെന്തെല്ലാം പ്രശ്നങ്ങൾ അതൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പെൺകുട്ടികളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, മറ്റവരെല്ലാം പോയി ഇവർ പോകുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഏതായാലും ഞാൻ ഇവിടെ തന്നെ വല്ല ജോലി നോക്കട്ടെ, എന്നാൽ എന്തെങ്കിലും ഒരു കാര്യമാവുമല്ലോ, ഇവിടെ വീട്ടിൽ വന്നിട്ട് എന്താ കാര്യം, പഠിക്കാനും ഒരു വഴിയില്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അവിടെ ഓരോ ചെറിയ ജോലികളെല്ലാം നോക്കി അവളെ വരും, എല്ലാ ആഴ്ചയിലും വരും. അവളുണ്ട് അവളെ കൂട്ടുകാരിയുണ്ട്. അപ്പം അവർ രണ്ടുപേരും കൂടി എല്ലാ ആഴ്ചയിലും വരും. പിന്നെ ആ കുട്ടി കല്യാണം കഴിച്ചു ഇതായി വേറെ ഇത് പോയി. പിന്നെ ഇവള് അങ്ങനെ ഞാനപ്പോഴത്തെ ഞങ്ങൾ വാടക വീടെല്ലാം ഇതായി ഞങ്ങളിവിടെ വാടകയ്ക്കായിരിക്കണത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആയിട്ട് ഇതില്ല. അപ്പം പിന്നെയാണ് ഇങ്ങനെ ചൂടാലത്തൊരു വാടകയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫീസിൽ കിട്ടിയത് അവൾക്ക്. എന്താ എനിക്ക് പറയാനൊന്നും അറിയില്ല. ഇവിടെ കടലാസ് ഉണ്ട് അതിൻ്റെ, അവിടുത്തെ ഒരു പണ്ടെല്ലാം പൈസ അയച്ചതിൻ്റെ ലെറ്റർ ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ, അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടുത്തെ മാഡം പിന്നെ അനിത പറഞ്ഞ ഒരു പെൺകുട്ടിയെ അവളാണ് അവിടുത്തെ ഇതല്ല. അപ്പോൾ ആ കുട്ടിയെ എല്ലാവരും അപ്പോൾ കുറേ പെൺകുട്ടികളുണ്ട്, എല്ലാവരും കൂടി അവിടെ താമസ സൗകര്യം എല്ലാം ഉണ്ട്, ചെറിയൊരു വീടെടുത്ത് എല്ലാവരും കൂടി താമസിക്കണം. അപ്പോൾ അമ്മ നഞ്ഞ് നിൽക്കട്ടെ പറഞ്ഞു, ശരി പറഞ്ഞ് അങ്ങനെയാണ് അതിൽ ചെന്ന് പോയത്. അതിൽ പോയി
കുഴപ്പമില്ല, നന്നായി എന്നെ പോയിരുന്നതൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മോള് പോയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്ര ഇതായിട്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ അല്ല നന്നായി എന്നെ പോയി, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഒരു കല്യാണാലോചന വന്നു. ഒരു കല്യാണാലോചന വന്നു. അപ്പൊ ഇവളെ എപ്പോഴും കുട്ടി കാണാറുണ്ട്. ആ സമയത്ത് അവര് ആ കുട്ടിക്ക് ഇവളെ ഇഷ്ടമാണ് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അല്ല, അയാള് ഇവിടെ പാലക്കാട്ടുകാരനാണ്. അപ്പൊ അല്ല, അവിടെ ജോലി ചെയ്ത് അവിടെ എവിടെയോ ജോലി ചെയ്തിരുന്നാണ്, എനിക്കറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ ഇവളെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ അവരുടെ ഓഫീസിൽ നിന്ന് ആരും നമ്പർ കൊടുത്തല്ല. അപ്പൊ അവള് പറഞ്ഞു, അല്ല ഞാൻ തന്നെ എന്റെ നമ്പർ ഞാൻ തരാം, എന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് എന്റെ അമ്മ സമ്മതമാണ് പറയണെങ്കിലാണ് നമ്മളെ കല്യാണം നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്നെ വിളിച്ചു. അവരുടെ വീട്ടുകാരെല്ലാവരും സംസാരിച്ചു. അപ്പൊ പിന്നെന്നാ ശരി, എന്നാ നോക്കാം എന്ന് പറഞ്ഞു. അവൾക്ക് സമ്മതമാണോന്ന് ഞാൻ ആദ്യം ചോദിക്കട്ടെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം അവൾ വന്നു, ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവളോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്താ നമ്മൾക്ക് ഒന്നും കൊടുക്കാനൊന്നുമില്ല. അവർ നല്ല കുറച്ച് ഒഴിവുള്ളവരാണ്. അപ്പോൾ രണ്ടാൺകുട്ടികളാണ് അവരുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ മൂത്ത കുട്ടിയാണ് ഇവൻ. അപ്പോൾ കഴിവുള്ളവരാണ് അവർ, നമ്മളെ ഒന്നും ഇല്ലാതെ നമ്മളെന്താ അവരെല്ലാം വീട്ടിൽ പോണേ എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ആ വിവരം പറഞ്ഞു, നമുക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവർ പിന്നെ ഒരു ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അപ്പോൾ അവൾ ആ സമയത്ത് അവൾ ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജനുവരി സമയത്ത് അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നിപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അവൾ വന്ന ഭയങ്കര കോമഡിയാണ്. ഒരു ഭയങ്കര എല്ലാവരും ചിരിപ്പിക്കാൻ അവളെ കഴിഞ്ഞിട്ടുള്ള ഒരാൾ. രണ്ടുപേരും മറ്റുള്ളവരെ ചിരിപ്പിച്ചെടുക്കാൻ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെ ഭയങ്കര കോമഡിയാണ്. അപ്പം ഞാൻ ഇതുപോലെ പണിസ്ഥലത്ത് കുറച്ച് ഡ്രസ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബനിയിട്ട് നല്ല ഭംഗിയുണ്ട്, ഞാനത് ഇടുകയാണ് പറഞ്ഞിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാനൊന്നും കഴിക്കില്ല. ഇവർ ചെറുതിലെ ഒന്നെല്ലാവർക്ക് എടുത്ത് വെച്ച് കൊണ്ടുവരും. വീട്ടിൽ വന്ന് കുട്ടികളുടെ കൂടെ ആയിരുന്നു കഴിക്കുക. അപ്പം അത് പണിസ്ഥലത്ത് ഇപ്പോൾ പറയുന്നാലും ഞാനതാ ചെയ്യുള്ളൂ, അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇതേപോലെ എന്നെ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ എന്തായാലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, ബിരിയാണി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിക്കനെല്ലാം മേടിച്ച് തലേദിവസം നമ്മൾ വരുന്ന കാരണം എല്ലാം വെച്ചിട്ടാണ് പോയത്. നമ്മൾ വൈകുന്നേരത്ത് വന്നു. അതാണ് ഞങ്ങൾ ഇതെല്ലാം വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് എണീറ്റ് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും പണിയെടുക്കണത്, എൻ്റെ ഫ്രണ്ടിൻ്റെ. ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അന്ന് ഭയങ്കര ഹാപ്പി, എന്താ പറയേണ്ടത്, ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. വളരെ സന്തോഷമായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ പോയ ശേഷം പിന്നെ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ കണ്ടോ അമ്മ, പിന്നെ കുറച്ച് കഴിയട്ടെ ഞാൻ. അപ്പോഴത്തേനും അവിടുത്തെ മേഡം പറഞ്ഞിട്ട് ഇവള് പിന്നെ ഡിഗ്രി മുഴുവനാക്കണ്ടേ, അതിൽ പരീക്ഷ എഴുതാണ്ടല്ലോ. അപ്പം അത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമല്ലോ അവർക്ക്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവള് പിന്നെ ചേർന്നിട്ടുണ്ട് പരീക്ഷ. അവിടെ ക്ലാസ്സിൽ ഒരു 1.5 മണിക്കൂറോ ഒറ്റേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ അതിന് പൊക്കോളം പറഞ്ഞിട്ട് അവളവിടെ ചേർന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരു ഉദ്ഘാടനം ഡിസംബർ 25 എങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അതിനെന്താ സുരേഷ് ഗോപിയൊക്കെയാണ് വന്നു പറഞ്ഞത്, എടുത്ത് പൊന്തിച്ചു എന്ന് ഒന്നല്ലോ പറഞ്ഞിട്ട് അതിൽ നല്ല ഇതേ. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ വന്ന് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അടുത്ത്, അന്ന് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ ഡിഗ്രി എല്ലാം ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കണ്ടോ, ഇങ്ങനെ കസാരയിൽ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷർട്ട് ഷോളർ ഇങ്ങനെ പിടിച്ച് കുലുക്കിയിട്ടാണ് അത് പറഞ്ഞത്. കണ്ടോ, അവൾക്ക് അതിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പഠിക്കും ഭയങ്കര ഇതാണ്. കാരണം ഈ ഗവൺമെൻറ് തന്നെ ഇത്രയും പഠിച്ചതായിട്ടും അവൾക്ക് ഇംഗ്ലീഷിലും മറ്റുള്ള മലയാളത്തിലെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇത് മറ്റുള്ള ഭാഷകൾക്കാണ് അവൾക്ക് മാർക്ക് കൂടുതൽ. അത്രയും നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് അവൾ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, അമ്മ കണ്ടോ ഞാൻ പിന്നെ പഠിച്ച് വലിയൊരാളാവും, എന്നിട്ട് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാവും. ആര് വന്നാലും ബാങ്കിലോ എവിടെ വന്നേക്കും ജോലി കിട്ടിയാലും ആരും വന്നാൽ നിർത്തില്ല, എല്ലാവരും വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു വിടും. അമ്മ കണ്ട അമ്മയ്ക്ക് അഭിമാനിക്കാം, അമ്മയുടെ മകളെ ഓർത്ത് അഭിമാനിക്കാം, സൗമ്യയെ പറ്റി ഓർത്ത് അഭിമാനിക്കുക എന്നല്ല അന്ന് അവൾ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. ജീവിതത്തിലെ കഷ്ടപ്പാടൊക്കെ മാറി സന്തോഷത്തിലേക്ക് വരുന്ന ഒരു അവസരമായിരുന്നു അത്. അവളെ ലാസ്റ്റ് വരവാണ്, ജനുവരിയിലായിരുന്നു അവസാനത്തെ വരവ്. പിന്നെ ഞാൻ അവളെ കണ്ടു. ഞാൻ അവൾക്ക് അപ്പം ഈ
കൂവയെല്ലാം എനിക്ക് തിരുവാതിര ആ സമയത്ത് കൂവയെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊന്നും കഴിക്കാനുള്ള സമയമൊന്നും എടുക്കാനൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഞാൻ അവിടെ എറണാകുളത്ത് പോയി അത് കൊടുത്തിട്ട് പോന്നു. ഞാൻ ഓഫീസിലേക്ക് പോയില്ല, അവൾ സ്റ്റേഷൻ്റെ അങ്ങോട്ട് വന്നു. അങ്ങനെ എല്ലാവർക്കും എൻ്റെ പാചകം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ എല്ലാവരും നല്ലതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇതായിട്ട് ഞാൻ അന്നങ്ങനെ ഞാൻ ലാസ്റ്റ് കണ്ടത് അവിടെ ഈ എറണാകുളം സ്റ്റേഷനിൽ വെച്ചാണ്. അങ്ങനെ പോയതാണ്. പിന്നെ അവള് ഞാനിപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കല്യാണം ഇതാണ്. അപ്പോൾ അവരച്ഛനെന്തോ അന്ന് ആ 2 ദിവസം കഴിഞ്ഞാൽ അയാൾക്ക് പുറത്തേക്ക് പോവുകയാണ്. അയാൾ ജോലിയെല്ലാം റിട്ടയർഡായി പോകുന്ന ആളാണ്. പിന്നെ അവരെന്തോ ഓഫീസിൽ നിന്ന് വിളിക്കണു പറഞ്ഞിട്ട് അവർ രണ്ടാമത് പോവുകയാണ് അങ്ങോട്ട്. പോയിട്ട് പിന്നെ മകനെ കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണമെല്ലാം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരത് കാരണം കൊണ്ട് 1-ാം തീയതി 2-ാം തീയതി വരികയാണ് പറഞ്ഞു. ഇവർ 2-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൗമ്യയോട് പറഞ്ഞ മോളെ നീ പാടി. അപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആ തിരക്കിൻ്റെ സമയമാണല്ലോ അവിടെ. ഡിസംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തിരക്കല്ലേ, ജനുവരി ഫെബ്രുവരി അല്ല. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഇവിടെ തിരക്കിൻ്റെ സമയം എങ്ങനെ വരിക പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ എന്തായാലും ഇപ്പോൾ അവർ വരാൻ പറഞ്ഞില്ല, എന്തായാലും വാ, ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മളൊരാളെയും മുഷിപ്പിക്കണ്ട, നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അപ്പം നീ ഇന്ന് വായോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ വരാൻ കാശൊന്നുമില്ല അമ്മ, ശമ്പളമൊന്നും കിട്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രമൊന്നും ശമ്പളമൊന്നും ഇല്ല അവർക്ക്. അവരുടെ റൂമിലത് കൊടുക്കലും പിന്നെ അവളെ ആവശ്യങ്ങൾ കുറച്ചുണ്ട്, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല, പിന്നെ ഡ്രസ്സെല്ലാം വേണ്ടേ. അപ്പം പിന്നെ അവൾ പറഞ്ഞതിൻ്റെ അടുത്ത് പിന്നെ എന്നാൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ കാര്യം ചെയ്യും, മേഡത്തിൻ്റെ അടുത്ത് ആരെങ്കിലും പൈസ മേടിച്ചോ ബസ്സിന് അല്ല ട്രെയിനുള്ളത്, പിന്നെ ഞാൻ അമ്മ വരുമ്പോൾ തന്നിട്ട് തരാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൾ അന്ന് അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. അപ്പോൾ അന്നാണെങ്കിൽ മേഡത്തിൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് വേണം പോകുന്നത്, പിണക്കാൻ കൂടുതലല്ല, അതൊരു അങ്ങനെ വന്നത്. അപ്പോൾ അവൾ ഓടി വന്നപ്പം കണ്ണൂർ ആലപ്പിക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. കണ്ണൂർ ആലപ്പിക്കാണ് വരുന്നത്, അതിവിടെ 7 മണിയാകുമ്പോഴത്തേനെത്തും കണ്ണൂർ ആലപ്പി. അപ്പോൾ കണ്ണൂർ ആലപ്പിക്കാണ് ഞാൻ വരുന്നത് പറഞ്ഞത്. പക്ഷെ അവൾ ഓടി വന്ന് സ്റ്റേഷൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ട്രെയിൻ പോണു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ട്രെയിൻ പോയി, കണ്ണൂർ ആലപ്പി പോയി അമ്മ, ഇനിയിപ്പോൾ ലോക്കലാണ് വരാം, ലോക്കലാണെങ്കിൽ ഒരുപാട് നേരം വീട്ടിൽ വരുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ പിന്നെ ആണല്ലോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും സാറില്ല ഈ പോര്, ഞാൻ വരാം സ്റ്റേഷനിൽ വന്ന് നിൽക്കാം പറഞ്ഞു. നേരം വഴിയാണെങ്കിൽ ഞാൻ വരണ്ട, അല്ലെങ്കിൽ ഞാൻ ബിബിൻ അവിടെ ഒരു പയ്യുണ്ട് ഓട്ടോറിക്ഷ, എൻ്റെ കൂട്ടുകാരനാണ്, മകൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവനെ പറഞ്ഞു വിടാം, വീടിൻ്റെ അടുത്തൊട്ട വീടാണ്. അപ്പോൾ ശരി പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു, ഓരോ വർത്താനങ്ങളും പറഞ്ഞ് എറണാകുളത്ത് നിന്ന് തന്നെ കയറിയതാണ് ഒരു കൂട്ടര്, ഒരു ഫാമിലി അവിടുന്ന്. അപ്പോൾ അവർ വന്നപ്പോൾ സാധാരണ അവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരി മാറി കയറുക ചെയ്യുക ലേഡീസ് നിന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അവരുടെ അടുത്ത് പിന്നെ അല്ല ഞങ്ങൾ അവിടെ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ടാണ് വരുന്നുള്ളൂ, അത് കാരണം കൊണ്ട് ഇപ്പം കുട്ടി പോണ്ടാതെ അവർ ചെറിയ കുട്ടികളുള്ള കാരണം കൊണ്ട് ഇവൾക്ക് എല്ലാവരും നല്ല പരിചയപ്പെടുമല്ലോ. അപ്പം നല്ല ഇതായിട്ട് നിന്നപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ അവിടെയാണ് വന്നിറങ്ങണത്, അപ്പോൾ അത് കാരണം കൊണ്ട് അവിടുന്ന് പിന്നെ കുട്ടിക്ക് പോയാൽ മതിയല്ലോ, അപ്പം ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടായിരിക്കും പോരുക പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഞാൻ പിന്നെ ഇവളോട് ചോദിക്കണ്ട മോളെ തൃശ്ശൂർ ചെന്നിട്ട് അല്ലെങ്കിൽ ഇറങ്ങിക്കറിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ചോദിച്ചോ ഇവരെവിടെയെങ്കിലും ഇറങ്ങുമോ വരിയോ എന്താന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല അപ്പം അവർ ഫോൺ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞല്ല അമ്മ ഞങ്ങൾ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെയൊന്നും ഞാൻ ചോദിച്ചില്ല, ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ടാണ് അവർ പോവുകയെന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇതിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി മോളെ നീ ശരി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഒരു 8:30 അപ്പോഴാണ് അവൾ പറഞ്ഞ അമ്മ വണ്ടി മുള്ളൂർക്കര എത്തിന്ന് നേരത്തെ വന്നു പറഞ്ഞു. 8:30 ഇതിന് മുള്ളൂർക്കര എത്തി. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ഓട്ടോറിക്ഷ കുട്ടിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ അവളിനോട് ചോദിച്ചു എൻ്റെ അടുത്ത് പിന്നെ അതെ എനിക്ക് വിശന്നിട്ട് വയ്യ, അവൾക്ക് എന്ത് നഷ്ടപ്പെട്ട് പോയാലും വേണ്ടില്ല അവൾക്ക് ചോറ് കിട്ടണം, വല്ലാതെ വിശന്ന് കഴിഞ്ഞാൽ. ഇനി ഒന്നും ഇല്ലെങ്കിലും സാരില്ല, ചിക്കനും പെക്കനും ബിരിയാണിയൊന്നും ഇല്ലെങ്കിലും ചോറ് അത് അവൾ കിട്ടിയാലാണ് അവളുടെ വയറ് നിറയുള്ളൂ. അതിന് എന്ത് വന്നാലും വേണ്ടിയില്ല, അതേ സ്വഭാവമാണ് ഇപ്പം പേരക്കുട്ടിക്കും ഭക്ഷണം അതിൽ അവൻ്റെ കാര്യത്തിലതാണ്. അപ്പോൾ പിന്നെ വേണം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ അമ്മ ചോറ് വെച്ചില്ലടി, നൂഡിൽസ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതിഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു നൂഡിൽസ് നിങ്ങൾ പോക്കോടെ നിങ്ങൾ മര്യാദയ്ക്ക് ചോറ് വെച്ചോണ്ടോ പറഞ്ഞു. അപ്പം ഞാൻ ശരി. അപ്പോൾ പണിസ്ഥലത്ത് നിന്ന് അന്ന് വൈകുന്നേരത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ അപ്പം ഞങ്ങളവിടെ അതിൻ്റെ മുമ്പേ ഒരു 4 മണിയെല്ലാം ആയപ്പം
ഇവിടെ ഈ ത്രാങ്ങാലി പറയും, അവിടെ വെടി മരുന്നുണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് പടകം പൊട്ടിയിട്ട് അനവധി ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓട്ടങ്ങൾ ആൾക്കാർക്കുണ്ട്. പിന്നെ നട്ടോട്ടമാണ് ആൾക്കാർ. മന്ത്രി ഇവരെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് വരലും മെഡിക്കൽ കോളേജിൽ കയറിയ ആൾക്കാരെ കൊണ്ടുപോകലും അങ്ങനെ ഭയങ്കര തിരക്കാണ് ഞങ്ങളെ ഈ സ്ഥലത്ത് ആ സമയത്ത്. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അപ്പോൾ ഇവനോട് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട് പണി ഇതാക്കിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, അപ്പോൾ ഇവിടെ കോളേജിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ അത് ക്യാൻറ്റീൻ ഞങ്ങൾക്ക് എടുത്തിട്ട് കോളേജിൽ നടത്താൻ പറ്റുമോ വെച്ചിട്ട്, അപ്പോൾ അത് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് നടത്താനുള്ളൊരു ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. വന്ന് ഞങ്ങൾ അന്ന് 1-ാം തീയതി വന്ന് ഞങ്ങൾ വൈകുന്നേരത്താണ് പണിസ്ഥലത്ത് പൈസ കിട്ടിയത്. എനിക്ക് ഞാൻ പണിയെടുക്കാൻ വീട്ടിൽ പോയി പൈസ മേടിച്ചിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും തലേ ദിവസം ഇവർ വരാനുള്ള പലഹാരം അടക്കം ഞാൻ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം മേടിച്ച് ഞാൻ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇവളെ വിളിച്ചത്. അപ്പോഴാണ് ഇവള് പറയണത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിടാ, ഈ ഒരു കാര്യം ഒരു പ്ലേറ്റ് ബിരിയാണി മേടിച്ചു അവിടുന്ന്. എന്നാൽ ഇനിയിപ്പോൾ വേസനം വന്നാൽ ചീത്ത കേൾക്കാൻ വയ്യേക്ക്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു പ്ലേറ്റ് ബിരിയാണി മേടിച്ചോ, എന്നിട്ട് അതും പിടിച്ചിരുന്നു അതും കൊണ്ട് വന്നാൽ മതി. അവളെ ട്രെയിനും ഇവിടെ എത്തിയിരിക്കണം, മുള്ളൂർക്കര എത്തിയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ 10 മിനിറ്റല്ലേ ഉള്ളൂ അവിടെ നിന്ന്. മുള്ളൂർക്കര നമ്മൾ 5 മിനിറ്റും കൂടി വേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ അത് ആവശ്യമുള്ളല്ലോ പറഞ്ഞു ഞാൻ. അപ്പം എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഈ അലച്ചിലെല്ലാം കഴിഞ്ഞ് വന്നതല്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ നടഞ്ഞു പോയി. പെട്ടെന്ന് ഞാൻ അമ്മാന്നൊരു വിളിയാ. ആ വിളി നമ്മുടെ തലയിൽ മുഴങ്ങുന്ന പോലത്തെ ആ വിളി ഭയങ്കര ശബ്ദത്തിൽ അവൾ എന്നെ വിളിച്ചോടുകൂടി ഞാൻ ചാടിയിട്ട്. അപ്പം ഞാൻ വേഗം അയ്യോ സമയം എത്രയായല്ലോ, 8:45 കഴിഞ്ഞിട്ട്. എന്നിട്ട് അവളെ കാണാൻ അപ്പം തന്നെ ഞാൻ ഈ ഓട്ടോറിക്ഷ കുട്ടീനെ വിളിച്ചു. പിന്നെ ഇവിടെ അപ്പം അവൻ വണ്ടി വന്നിട്ടില്ല പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ തന്നെ നിൽക്കണ്ട്, വണ്ടി വന്നിട്ടില്ല പറഞ്ഞു. അപ്പം ഞാൻ അല്ല മോനെ നീ ഒന്ന് ചോദിക്കുക പറഞ്ഞു. അപ്പം അവൻ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ട്രെയിൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ അതൊക്കെയറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തോ ആപത്തുണ്ടായി തോന്നുന്നു, നീ ഇങ്ങോട്ട് വായോ പറഞ്ഞു. അവനെ അപ്പം തന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പം ഞാൻ രവിയേട്ടൻ്റെ അടുത്ത് തൊട്ട വീട്ടിൽ അവർ ഒരു വീടുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ രവിയേട്ടന് വിവരം പറഞ്ഞു. രവിയേട്ടൻ ഇങ്ങനെ കുട്ടി വന്നിട്ട് ഇതാണ്, അപ്പോൾ എന്താ വിവരം എന്നറിയാം. രവിയേട്ടൻ പറഞ്ഞ് രവിയേട്ടൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, റെയിൽവേയിലല്ല, അവിടെ അടുത്ത ജോലിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആളും എൻ്റെ കൂടെ ഓട്ടോറിക്ഷ കയറി ഞങ്ങളങ്ങനെ അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. എനിക്ക് സംസാരിക്കാനൊന്നും നമ്മുടെ ബോധം തളർന്നു പോയി. സമയം 9 മണി കഴിഞ്ഞു, ട്രെയിനും കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ അവരെന്നെ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, അവനും ഇയാളും കൂടി ചെന്ന് ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടി എന്താ പിന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടെന്നോ എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് നമുക്കത് ശരിക്കും അറിഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചപ്പം അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇവർ അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത്. അപ്പം ഞാൻ വേഗം തന്നെ രവിയേട്ടൻ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ രാത്രി തന്നെ ഞങ്ങൾ ആ ഓട്ടോറിക്ഷ അങ്ങോട്ട് വിട്ടു. പോയി ഞങ്ങൾ പാതി വഴിയിൽ എത്തിയിട്ടില്ല, വടക്കാഞ്ചേരി എത്തിയിട്ടില്ല. അതിൻ്റെ എല്ലാം കുറച്ച് മുള്ളൂർക്കര എല്ലാം ഏകദേശം കഴിഞ്ഞപ്പം മകൻ വിളിച്ചു. അവൻ തൃശ്ശൂരാണ്. അപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ കൂടെ അവിടെയാണ്. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ ചോദിച്ചു എടാ സൗമ്യ ഒത്തുപേരെ വന്നിട്ടില്ല എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ ആരെ കൂടെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു രവിയേട്ടൻ ഉണ്ട് പറഞ്ഞു. എന്നാൽ രവിയേട്ടന് ഫോൺ കൊടുക്കുക പറഞ്ഞു. അപ്പോൾ രവിയേട്ടന് ഞാൻ ഫോൺ കൊടുത്തപ്പോൾ രവിയേട്ടൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ അമ്മേനെയും കൊണ്ട് തിരിച്ചു പോക്കോ പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ ഫോൺ വന്നിട്ട് പറഞ്ഞു അമ്മ പൊക്കോ, ഞാനിപ്പോൾ സൗമ്യനെയും കൊണ്ടിട്ട് അങ്ങോട്ട് വരും, ഞാനിവിടെ ഉണ്ട് പറഞ്ഞു. അപ്പം അമ്മ പൊക്കോ പറഞ്ഞു. ശരി പറഞ്ഞു. അവളുണ്ടല്ലോ, അവളുടെയൊക്കെ പിന്നെ എനിക്ക് അവരാങ്ങളും പെങ്ങളും ഇങ്ങനെയാണ്, അത്ര സ്നേഹം അവർ രണ്ടുപേരും. ഈ ജനുവരിയിൽ വന്ന സമയത്ത് ഇത്ര പോന്ന പെണ്ണിനെ എടുത്തിട്ട് വേണം അവൻ നടക്കാൻ അകത്തു കൂടെ, അത്രയും ഒരു ഇതാണ് നമ്മൾക്ക്. അപ്പം ശരി പറഞ്ഞു ഞാൻ. പിന്നെ അവരെ ഏട്ടനനിയൻ എല്ലാവരും ഉണ്ട്. അപ്പം ശരി പറഞ്ഞു ഞാനങ്ങനെ തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. അന്നപ്പോൾ അവർ രവിയേട്ടൻ പറഞ്ഞു അവളവിടെ കിടത്തണ്ട,
അവരെ വീട്ടിൽ കടത്തിയാൽ മതി പറഞ്ഞു. അവിടെ തുളസി അവരെല്ലാം അവരുടെ ഭാര്യയും ഭർത്താവ് എല്ലാവരും ഉണ്ട്. അപ്പോൾ തുളസി വന്ന് എൻ്റെ കൂടെ കിടന്നപ്പം ഞാൻ വിചാരിക്കും ഇവരെന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യണതെന്നെല്ലാം മനസ്സിലുണ്ട്. മനസ്സിലെൻ്റെ ചിന്ത അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. കാരണം നമുക്ക് ഉറക്കം ഇതല്ലല്ലോ, കുട്ടി എന്താണെന്ന് വിവരം അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ നേരം വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ അവൾക്ക് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഞങ്ങളിപ്പോൾ രാവിലെ ഇതാവും, അമ്മ ഒരു കാര്യം ചെയ്യ്, രാവിലെ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ശരി എന്നാ ഇനിയിപ്പോൾ മുറി എന്തോ വീണിട്ടെന്തോ മുറിയായി എന്നാ പറഞ്ഞിട്ടുള്ളൂ അവൻ തലയ്ക്ക് ചെറിയ മുറി പറ്റിയിട്ടുണ്ട്, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവൾക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കി ഡ്രസ്സും എല്ലാം എടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണത്. അങ്ങോട്ട് പോവാൻ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ്, അല്ല അമ്മപ്പ വരണ്ട, ഒരു കാര്യം ചെയ്യാം, അമ്മപ്പ വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ബസ് കയറി ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഈ ഇതിലെ ആൾക്കാരുണ്ടല്ലോ, പടകം പൊട്ടിയൻ്റെ അതോടെ തിരക്ക്, അവിടെ മെഡിക്കൽ കോളേജിൽ ഭയങ്കര തിരക്കാണ്. അതുവരെയെല്ലാം വീട്ടിൻ്റെ അടുത്താണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം അവരെല്ലാവരും എല്ലാവരും അപ്പം ഞാനിപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് എന്താ ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറേ പോലീസുകാരും ഇവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഇവരിങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവള് സാധാരണ വരുന്നതല്ലേ, ആ 2 വർത്താനം പറഞ്ഞ് ഞാനങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ അവിടെ ചെന്ന് അപ്പോൾ സന്തോഷിനെ ഞാൻ അന്വേഷിച്ചു, എവിടെ സന്തോഷം എന്ന് അന്വേഷിച്ചപ്പോൾ സന്തോഷം വന്നു. അപ്പോൾ അവൻ പറഞ്ഞ അപ്പോൾ അവൻ നന്നായി കഴിച്ചിട്ടുമുണ്ട്, ഇന്നലത്തെ കഴിച്ചതിൻ്റെ ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നീ ഈ ആശുപത്രിയിൽ നിന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് എന്താടാ ഈ പെണ്ണെവിടെ ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞു, അമ്മ സമാധാനിക്ക്, എന്തിനെങ്ങനെ ബേജാറാവണത് എന്ന് അവൻ പറഞ്ഞു. അവൻ പിന്നെ അങ്ങോട്ട് വന്നു, പോലീസുകാർ ഇങ്ങോട്ട് വന്നു നിന്ന്, പിന്നെ എവിടുന്നല്ലോ പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് എന്തെല്ലോ പറയണ്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ അവർ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്നു, ഒരുപാട് കവറുകളും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തിരിഞ്ഞു. ഈ കവറെല്ലാം എന്തിനാ, കവറിലെന്താന്ന് നമുക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഈ കവർ എന്തിനാ ചോദിച്ചു ഞാൻ അവരുടെ അടുത്ത്. അപ്പോൾ അത് നിങ്ങൾ കയ്യിൽ വെച്ചോ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എന്തത് ഇങ്ങനെയെല്ലാം പറയണത്, എന്താണെന്നൊന്നും മനസ്സിലാവണില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഇരുന്നു ഞാൻ. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അനിയത്തിയുടെ ഭർത്താവും അവിടെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മകനും ഉണ്ട് അവിടെ. അപ്പം ഞാൻ എന്താടി നീ ഇവിടെ ചോദിച്ചു. അല്ല ഞാൻ വന്നതാണ്, ഇവിടെ അവർക്ക് തൃശ്ശൂരിൽ നിന്ന് കാലടിയിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അവിടുന്ന് വന്നതാണ് പറഞ്ഞു. അപ്പം ഞാൻ അല്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ചോദിച്ചു. ഒരു പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അപ്പം ശരി പറഞ്ഞു. ഞാനും അവിടെ ഇരുന്നു. ആ ഇരിപ്പ് ഞാൻ 4 മണി വരെ ഇരുന്നു. അതിനിടെ ശ്രീകണ്ഠനും അവരെല്ലാവരും, ഞങ്ങളിവിടുത്തെ ശ്രീകണ്ഠൻ അവരെല്ലാവരും വന്ന് ഈ വെടിമരുന്നിൻ്റെ ഇതിൻ്റെ ഇടയിൽ അവരും വന്ന് ഇങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകണ്ഠൻ അപ്പോഴാണ് അറിയണത്, എൻ്റെ കൈ വന്ന് പിടിച്ച്, നമ്മളെ അയൽവക്കാണ്, ഞങ്ങൾ സൗമ്യയുടെ അച്ഛൻ്റെ വീടിൻ്റെ അയൽവക്കാണ് ശ്രീകണ്ഠൻ, ഇപ്പോഴല്ല പണ്ടത്തെ കാലത്ത്. അങ്ങനെ അവരെല്ലാം വന്ന് എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്നത്തെ ഇവിടുത്തെ ചെയർമാൻ MR മുരളിയാണ്. MR മുരളിയും ശ്രീകൃഷ്ണനും ഇവരെല്ലാവരും വന്നു എൻ്റെ അടുത്തേക്ക്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ നാട്ടിലുള്ളവരല്ലേ, ഇവരെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വന്നു എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പം അതുവരെ ഇവർക്ക് ആർക്കും അറിയില്ല ഇത് എൻ്റെ മകളാണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോഴാണ് ഈ ശ്രീകൃഷ്ണൻ MR മുരളി അവരെല്ലാവരും പിന്നെ അവർക്കൊന്നും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവരെല്ലാവരും കണ്ടിട്ട് ഇന്ന് ശരി പറഞ്ഞിട്ട് ഇവർ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ മുരളിയേട്ടൻ്റെ കൈക്ക് കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, മുരളിയേട്ടൻ എത്ര നേരമായി ഞാനിവിടെ ഇരിക്കുന്നു, വന്നിട്ട് രാവിലെ വന്നിരിക്കേണ്ടതാ, ഇതുവരെ ഇവർ സൗമ്യനെ അതുവരെ കാണിച്ചു തന്നിട്ടില്ലേ, സൗമ്യക്ക് എന്താ പറ്റിയെന്ന് ഇവർ പറയണില്ല പറഞ്ഞു. അപ്പം മുരളിയേട്ടൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഈ പട്ടാമ്പി MLA ആണ് അന്ന് പുള്ളി, CP മുഹമ്മദ്, ആളോട് ചോദിച്ചു ഇങ്ങനെ എന്താ പറഞ്ഞിട്ട്. പിന്നെ അവർ ആരോടെല്ലാം സംസാരിച്ചിട്ടാണ് എന്നാൽ ശരി പോയി കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട്. അങ്ങനെയാണ് എന്നെ ഇവർ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കുട്ടിയെ കാണുമ്പോൾ ഇനി എടുത്ത് ചാടും ഇതാക്കുകയൊന്നും ചെയ്യരുതെന്നെല്ലാം പറഞ്ഞു. അപ്പം മനസ്സിനിങ്ങനെ താളം തെറ്റിപ്പോയി, എന്തോ ആണ് സംഭവിച്ചിരിക്കണം എന്നുള്ളത് അപ്പോഴേക്കും മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവളെ കിടക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചോദിച്ചു,
മോളെ മോളെ പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം വിളിച്ചു അവളെ ഞാൻ. അമ്മയുടെ സ്വത്തല്ലേ, എണീക്കണിപ്പം, എന്താ കണ്ണു തുറക്കണ, അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ വിളിച്ചു. അപ്പം അവർ പറഞ്ഞു വിളിക്കരുത്, കുളിക്കരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കുളിക്കണെ കൊണ്ട് കുഴപ്പം എൻ്റെ മോളെ എന്ന് പറഞ്ഞു. ഞാൻ അവരോട് എന്താ പറഞ്ഞു, മോളെ വിളിച്ചു. അവസാനം ഈ കണ്ണ് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കി. അവളെ കൈ പിടിച്ച പൈസ പോലെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തത് ചോദിച്ചു. മുടിയെല്ലാം അങ്ങനെ പാറി കിടക്കാണ് ഇതിൽ. അപ്പം അവിടുത്തെ അവർ അതൊക്കെ അറിയുള്ളൂ. ഇന്നത്തെ കാര്യങ്ങളൊന്നും പിന്നെല്ലാം കഴിഞ്ഞ ശേഷമാണ്